കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ലോകനാർക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് 1500-ൽ പരം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കടത്തനാടിൻ്റെ പെരുമ വിളിച്ചറിയിക്കുന്ന ജോനരന്മാരുടെ വടകര, അവരുടെ പരദേവത ലോകനാർക്കാവിലമ്മ. ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കോട്ടക്കൽ നദിയുടെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ വടക്കേക്കര എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പൂർണ്ണനാമം. വടക്കേക്കര ക്രമേണ വടകര എന്നായി മാറുകയായിരുന്നുവത്രേ. എത്രയോ മഹാരാജന്മാർക്ക് ജന്മം നൽകിയ ഭൂമി കൂടിയാണ് കടത്തനാട്. ഇതാണ് വടക്കൻ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തച്ചോളിയോധനൻ്റെ പരദേവതയായ ലോകനാർക്കാവിലമ്മ കുടികൊള്ളുന്ന ലോകനാർക്കാവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ യശസ്സും മഹാത്മ്യവും എല്ലാം എത്രയോ വടക്കൻ പാട്ടുകളിലൂടെ നാം കേട്ടറിഞ്ഞിരിക്കുന്നു. വീരഗാഥകളിൽ പറഞ്ഞു കേൾക്കുന്ന ലോകനാർക്കാവ് ക്ഷേത്രത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. ലോകാംബിക ഉത്തരേന്ത്യക്കാരായ ആര്യന്മാരുടെ കുലദേവതയാണെന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര തിരിച്ച ആര്യൻ സമൂഹത്തെ ഭഗവതി അനുഗമിച്ചെന്നുമാണ് വിശ്വാസം. ലൊഹാന വിഭാഗമാണ് ലോകനാർക്കാവ് ക്ഷേത്ര സ്ഥാപകർ എന്ന് വിശ്വസിക്കുന്നു. ലൊഹാനകൾ സ്ഥാപിച്ച ക്ഷേത്രം എന്ന അർത്ഥത്തിൽ ലോഹന്നാർക്കാവ്, ലോകമലയാർക്കാവ് എന്ന പേര് വരികയും ലോഹന്നാർക്കാവ്, ലോകമലയാർക്കാവ് എന്ന പേര് ക്രമേണ ലോകനാർക്കാവ് ആയി മാറുകയുമായിരുന്നു. കിഴക്കോട്ട് ദർശനമായുള്ള ഭഗവതിയാണ് ലോകനാർക്കാവിലെ പ്രതിഷ്ഠ. 4 തൃക്കൈകളോടുകൂടി ആയുധവും കാഞ്ചി കലാപങ്ങളും കിരീടവുമായി 1.5 അടി പൊക്കത്തിലുള്ള പഞ്ചലോക വിഗ്രഹത്തിലാണ് ലോകനാർക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹത്തിൻ്റെ പിൻഭാഗം ചുവന്ന പട്ടിനാൽ മറച്ചിരിക്കുന്നു. ശരിയായ ദേവീ വിഗ്രഹം അതിനുള്ളിലാണത്രേ. ക്ഷേത്രനടയിലെ കൊടിമരത്തിനു സമീപം കാണുന്ന മനോഹരമായിട്ടുള്ള ആനയുടെ ശില്പം തച്ചോളിയോധനൻ ഒരു അംഗം വിജയിച്ചപ്പോൾ നേർച്ചയായി സ്ഥാപിച്ചതാണ്. ദേവീ ചൈതന്യം ശ്രീ മണിത്തൂണിൽ കുടികൊള്ളുന്നു. ഈ ധാരാബിംബത്തിൽ നടക്കുന്ന ചാന്താഭിഷേകമാണ് ചാന്താട്ടം. അത്ഭുത ശക്തിയുള്ള ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ചാന്ത് ഉപയോഗിച്ചാണ് ധാരാബിംബത്തിൻ്റെ ചൈതന്യവർദ്ധനവിനും സംരക്ഷണത്തിനും താന്ത്രിക വിധിപ്രകാരം നടത്തുന്ന അഭിഷേകമാണ് ചാന്താട്ടം. കടത്തനാട്ടുകാരുടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ ഭഗവതിയായി ലോകനാർക്കാവിലമ്മ കുടികൊള്ളുന്നു. ലോകനാർക്കാവിലമ്മ പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാഹ്നത്തിൽ ലക്ഷ്മിയായും സായാഹ്നത്തിൽ പാർവതീദേവിയായും പ്രത്യക്ഷപ്പെടുന്നുവെന്നാണ് സങ്കല്പം. ഗ്രന്ഥപൂജയും വിദ്യാരംഭവും ലോകനാർക്കാവിൽ പ്രധാനമാണ്. കേരളത്തിൽ സരസ്വതി സങ്കല്പങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ലോകനാർക്കാവ്. വിജയദശമി ദിവസം 100 കണക്കിന് കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാൻ ഈ പുണ്യസന്നിധിയിൽ എത്തുന്നു. സരസ്വതി സങ്കല്പമുള്ള ലോകനാർക്കാവിൽ നവരാത്രി വളരെ പ്രധാനപ്പെട്ട ഒരാഘോഷമാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കും വടക്കുമായി 2 കളിത്തട്ടുകളുണ്ട്. ഇതാണ് തെക്കേ കളിത്തട്ട്. പഴയ കാലങ്ങളിൽ ഉത്സവം അതിനോടനുബന്ധിച്ചുള്ള മറ്റു വിശേഷ പരിപാടികളും മറ്റും ഈയൊരു കളിത്തട്ടിൽ നിന്നുകൊണ്ടായിരുന്നു കാണുന്നത്. ക്ഷേത്രമതിലിനോട് ചേർന്ന് പഴയ 4 കൽത്തറകൾ കാണാം. ദേവിയെ അനുഗമിച്ച് ലോകനാർക്കാവിൽ താമസമുറപ്പിച്ച നാഗരികരെ നേതൃസ്ഥാനത്തുള്ളവർ കാരണവർ എന്ന് വിളിക്കുന്നു. അവർക്ക് അവകാശപ്പെട്ട തറകൾ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ കാണാം. കാവിലമ്മയുടെ പരമഭക്തനായ തച്ചോളിയോധനന് ഉത്സവം കാണാൻ അവകാശപ്പെട്ട തറയും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കരകെട്ടി മാപ്പിളയ്ക്ക് ഉത്സവം കാണാൻ അവകാശപ്പെട്ട തറയും നിലനിൽക്കുന്നു. ഇതിലൂടെ പഴയകാലത്ത് നിലനിന്ന ഹിന്ദു മുസ്ലിം സൗഹാർദ്ദമാണ് വെളിവാകുന്നത്. വിളക്ക് കാവിലും പന്തൽ കീഴൂറും എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് വൃശ്ചികം 1 മുതൽ 30 വരെ ഇവിടെ വൃശ്ചിക വിളക്കും ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിന് പുറകിൽ പടിഞ്ഞാറ് വശത്തായുള്ള ആൽത്തറയിൽ ഗണപതി സങ്കല്പവും അതിനടുത്തായി ആൽ മാവ് കൂടിച്ചേർന്ന ആൽമാവ് സങ്കല്പവും കാണാം. ഭഗവതിയുടെ മണിത്തൂണിന് അടുത്തായി നാലമ്പലത്തിനുള്ളിൽ നമുക്ക് ഒന്നു ചേർന്ന് നിൽക്കുന്ന 3 മണികൾ കാണാവുന്നതാണ്. സപ്തസ്വര മാധുര്യമായി നമുക്കത് ശ്രവിക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
കാലത്ത് 5 മണിക്ക് നട തുറന്ന് 11 മണിയുടെ ഉച്ചപൂജയുടെ നടയടച്ച് വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ തുറന്ന് ഒടുവിൽ അത്താഴ പൂജയോടെ വീണ്ടും നടയടയ്ക്കുന്നു. ലോകനാർക്കാവിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത 3 മഹാക്ഷേത്രങ്ങളുടെ സംഗമമാണ്. വിഷ്ണു, ദേവി, ശിവൻ എന്നീ 3 മൂർത്തിഭാവങ്ങൾ ഈ മഹാക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു. ലോകനാർക്കാവിലെ പ്രധാന ക്ഷേത്രം അഭയാംബികയായ മാതൃദേവത കുടികൊള്ളുന്ന ഭഗവതി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. വൈഷ്ണവ ശാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച അപൂർവ ക്ഷേത്രമാണ് ലോകനാർക്കാവ്. ഇതാണ് വടക്കേ കളിത്തട്ട്. പൂരംകളിയും മറ്റ് വിശേഷ പരിപാടികളും മറ്റും പ്രമുഖന്മാർ ഈ ഒരു കളിത്തട്ടിൽ നിന്നുകൊണ്ടായിരുന്നു കാണുന്നത്. വളരെ പ്രാചീനമായ കളിത്തട്ടാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഭഗവതി ക്ഷേത്രത്തിൻ്റെയും വിഷ്ണു ക്ഷേത്രത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രം പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്നു. മനോഹരമായ ചുമർചിത്രങ്ങളാലും ദാരുശില്പങ്ങളാലും സമ്പന്നമാണ് ലോകനാർക്കാവ്. കേരളീയ കലാ പാരമ്പര്യത്തിൻ്റെ തനിമയും മനോഹാരിതയും വിളംബരം ചെയ്യുന്നതാണ് ലോകനാർക്കാവിലെ ചിത്രശില്പ രൂപങ്ങൾ. മരത്തിൽ കൊത്തിയെടുത്ത് പച്ചിലച്ചാറും മറ്റ് പ്രകൃതിദത്തമായ വർണ്ണങ്ങളും കൂട്ടിച്ചേർത്താണ് ശില്പങ്ങൾക്ക് നിറം നൽകിയിട്ടുള്ളത്. ശിവക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൻ്റെ മേൽത്തട്ടിൽ കൊത്തിവെച്ചിട്ടുള്ള ശില്പ വൈദഗ്ധ്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മീനമാസത്തിൽ പൂരം ആറാട്ട് വരത്തക്ക വിധത്തിലാണ് ഇവിടെ ഉത്സവം നടത്താറുള്ളത്. ഈ 3 മൂർത്തികളുടെയും ഉത്സവം ഒരേ ദിവസം കൊടിയേറ്റവും ആറാട്ടും വരത്തക്ക വിധം ക്രമീകരിച്ചിരിക്കുന്നു. പരശുരാമ പ്രതിഷ്ഠയായ വിഷ്ണു ക്ഷേത്രമാണ് ലോകനാർക്കാവിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം. വലതുകാൽ മുൻപോട്ട് വെച്ചുള്ള വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം അപൂർവവും അതിവിശിഷ്ടവുമാണ്. ഓട്ടുപുരയും പാട്ടുപുരയും വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പഴമയും പ്രൗഢിയും വിളിച്ചോതുന്നു. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ അമ്മ ആദ്യം ഉപവിഷ്ടയായ പുണ്യസ്ഥാനവുമാണ്. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് കളത്തിലേരി എന്ന ഉത്സവ ചടങ്ങ്.
ദേവി ആദ്യം ഉപവിഷ്ടയായത് വിഷ്ണു ക്ഷേത്രത്തിലെ പുണ്യശിലയിലാണെന്നും വിശ്വസിക്കുന്നു. ലോകനാർക്കാവിലെ പ്രസിദ്ധമായ തീർത്ഥക്കുളമാണിത്. വിഷ്ണു ക്ഷേത്രത്തിനടുത്ത് കുളിപ്പുരയോടുകൂടിയ തീർത്ഥക്കുളം ചെറിയ ചിറ എന്ന പേരിൽ അറിയപ്പെടുന്നു. തേങ്ങയേറ് ചടങ്ങിന് ഭക്തന്മാർ ചെറിയ ചിറയിൽ തേങ്ങ മുക്കിയതിനു ശേഷമാണ് ഭഗവതി ക്ഷേത്ര തിരുനടയിൽ കർമ്മം നിർവഹിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തോളം പഴക്കം അവകാശപ്പെടുന്നതാണ് ചെറിയ ചിറ. തച്ചോളി ഓതേനൻ ഓരോ അംഗത്തിന് പോകും മുൻപും ലോകനാർക്കാവിൽ അമ്മയെ പ്രാർത്ഥിച്ചു നേർച്ചകൾ നേർന്നിട്ടാണ് അംഗത്തിന് പുറപ്പെടുന്നത്. തൻ്റെ ഓരോ വിജയത്തിനു പുറകിലും കാരണഭൂതയായിട്ട് ഇരിക്കുന്നത് ലോകനാർക്കാവിൽ അമ്മയാണെന്നത് ഓതേനൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അംഗം ജയിക്കുന്നതിലെ ഒരു വിഹിതം ലോകനാർക്കാവിൽ അമ്മയ്ക്ക് നേർച്ച കാഴ്ചയായി അർപ്പിക്കുമായിരുന്നു. ചെമ്പ് മേഞ്ഞ ശ്രീകോവിലാണ് ലോകനാർക്കാവിൻ്റെത്. ഒതേനനാണ് ശ്രീകോവിൽ ചെമ്പ് മേഞ്ഞ് നൽകിയതെന്ന് വടക്കൻ പാട്ടുകളിൽ വർണ്ണിക്കുന്നു. കടത്തനാട് രാജാവിൻ്റെ 36 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം കൂടെയാണ് ലോകനാർക്കാവ്. ക്ഷേത്രത്തിന്റെ മുൻവശത്തായുള്ള വൃക്ഷഭീമനായ പൈൻമരത്തെ കടത്തനാട് തമ്പുരാന്റെ ഓർമ്മ നിലനിർത്തുന്നു. ലോകമലയാർകാവ് എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ക്ഷേത്ര സമുച്ചയമാണ്. അതായത് ഭഗവതി, ശിവൻ, വിഷ്ണു ക്ഷേത്രങ്ങളുടെ സംഗമ ഭൂമിയാണ് ലോകമലയാർകാവ് അഥവാ ലോകനാർകാവ്. ഇവിടെ കടത്തനാട്ട് രാജാക്കന്മാരുടെ കീഴിലായിരുന്ന ക്ഷേത്രം ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ആദ്യമുണ്ടായ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രവും പിന്നീട് ഭഗവതി ശിവ ക്ഷേത്രങ്ങളും ഉത്ഭവിച്ചു. അതേപോലെ തന്നെ വ്യാപാരികളായ നായർ വിഭാഗത്തിൽ തെക്കൻ കൊല്ലത്തുനിന്ന് വന്ന അവരുടെ കൂടെ ഉപാസിച്ച ദേവത ഇവിടെ ക്ഷേത്രത്തിൽ മണിത്തൂണിൽ വിലയം പ്രാപിക്കുകയും അവർ ആരാധിച്ച് വരികയും ചെയ്യുന്നു. അതേപോലെ തന്നെ തച്ചോളി ഒതേനൻ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിയ പ്രതിഭകൾ ഈ നാടിൻ്റെ കീർത്തി പല ഭാഗങ്ങളിലും എത്തിക്കുകയും അതേപോലെ തന്നെ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങി തച്ചോളി ഉദയനൻ 32 വയസ്സിനുള്ളിൽ 64 പട ജയിക്കുവാനുള്ള അനുഗ്രഹം ഭഗവതിയോട് അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിന് ആ അനുഗ്രഹം ഭഗവതി ചൊരിഞ്ഞു കൊടുത്തു എന്നാണ് ഐതിഹ്യം. മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറി
പൂരംകുളിയോടെ സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവം, അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി, ശ്രീകൃഷ്ണ ജയന്തി, അതേപോലെ തന്നെ വൃശ്ചിക മാസത്തിൽ 30 ദിവസം ഭഗവതിക്ക് മണ്ഡല വിളക്ക് ഉത്സവം തുടങ്ങിയ ഉത്സവങ്ങൾ നാടിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഭക്തജന മനസ്സുകൾക്ക് ഭക്തി ഹർഷം പകർന്നു വരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന കടത്തനാട് തമ്പുരാന്റെ ഒരു പഴയ കൊട്ടാരവും കാണാം. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി തച്ചോളിയോധനന്റെ പ്രധാന ഭാര്യയായ ചീരുവിന്റെ വീട്, കാലപ്പഴക്കവും കൊണ്ട് ഈ ഒരു വീടെല്ലാം ഇന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നു. തച്ചോളിക്കളി എന്ന കലാരൂപം ഇവിടുത്തെ പ്രത്യേകതയാണ്. ദൈവം പാടി കുറുപ്പുകൾ അവതരിപ്പിക്കുന്ന ഈ കലാരൂപത്തിന് കളരിപ്പയറ്റിന് ഏറെ സാമ്യമുണ്ട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ചത് ലോകനാർക്കാവിനടുത്താണ്. ആയതിനാൽ എല്ലാ വർഷവും ഉത്സവം നടക്കുമ്പോൾ കച്ചേരി നടത്താൻ അദ്ദേഹം ഇവിടെ വരാറുണ്ടെന്നും പഴമക്കാർ പറയുന്നു. ഋഷിതുല്യരായ തുഞ്ചത്തെഴുത്തച്ഛൻ, ചെറുശ്ശേരി ഭഗവതിയുടെ ഭക്തന്മാരായിരുന്നു. ലോകനാർക്കാവിലെ വലിയ ചിറ ആ കാലഘട്ടത്തിൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. ചെങ്കൽ പടവുകൾ ഉള്ള ചെങ്കൽ കടവും ഈ ചിറയ്ക്ക് ഒരു അലങ്കാരമാണ്. ചിറക്കകത്തെ ഉൾക്കിണർ ആ കാലഘട്ടത്തിലെ ജലാശയ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ മറ്റൊരു ഉത്തമ ഉദാഹരണമാണ്. തച്ചോളി ഒതനൻ തുടങ്ങിയ നിരവധി സിനിമകൾക്കും ഇവിടം വേദിയായിട്ടുണ്ട്.